നമസ്കാരം. ആൽബനി ഫിസിയോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം തന്നെ വലതുവശത്ത് കാണുന്ന ബെൽ ബട്ടണിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിലേ നമ്മൾ എഫേർട്ടിട്ട് ചെയ്യുന്ന ഈ വീഡിയോകളിൽ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. കാര്യം ആ ഒരു നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. പലരും പറയുന്നുണ്ട് പുതിയ വീഡിയോസിൻ്റെ ഒന്നും കാണുന്നില്ലല്ലോ അത് നിങ്ങൾ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാത്തതുകൊണ്ടാണ്. ഇപ്പം എൻ്റെ വേഷം കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും ഞാനിന്നൊരു വെറൈറ്റി അല്ല, ഒരു എക്സസൈസ് ഡെമോൺസ്ട്രേഷൻ വേണ്ടിയാണ് ഇന്ന് വന്നിരിക്കുന്നത്. കാര്യം നമ്മളെല്ലാം അലട്ടുന്ന ഒരു പ്രശ്നമാണ് വയറ് ചാടുക എന്നുള്ള പ്രശ്നം. ഇപ്പോൾ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പലരും പറയുന്നുണ്ട് വയറ് ചാടി കഴിഞ്ഞാൽ പിന്നെ വയറ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് എക്സസൈസ് ചെയ്താലും വയറ് കുറയുന്നില്ല എന്നുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ എല്ലാവരും അലട്ടുന്ന ഒരു 35 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 40 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും സ്ത്രീകളെയും പുരുഷന്മാരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഒരു കുടവയർ വരിക എന്നുള്ളത്. നമ്മൾ ചെറുപ്പകാലത്തിൽ ഒരു 20-25 വയസ്സിലൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര കഴിച്ചാലും ചിലർക്ക് വയറ് ചാടുകയില്ല. പക്ഷേ ഇതേ ആൾക്കാർ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് അവർക്ക് വയറ് ചാടാനുള്ള ഒരു പ്രവണതയുണ്ടെന്നല്ല, വയറ് മിക്കവാറും ചാടും. അതുപോലെ ചെറുപ്പത്തിൽ ജിമ്മിൽ പോയിരിക്കുന്ന ആൾക്കാർ, ജിമ്മിൽ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ പിന്നെ നമുക്ക് ജോലി തിരക്കൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് ജിമ്മിൽ എന്താ പറയുക പിന്നെ പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുന്നിരിക്കില്ല. ഞാനൊക്കെ പണ്ട് ജിമ്മിൽ പോയിക്കൊണ്ടിരുന്നത്, ഇപ്പം നമുക്ക് വീട്ടിൽ തന്നെയാണ് സാധാരണ ചെയ്യുന്നത്. കാരണം ജിമ്മിൽ പോകാനുള്ള ഒരു ജീവിത സാഹചര്യം അല്ലെങ്കിൽ നമുക്കൊരു തിരക്ക് കാരണം പറ്റത്തില്ലാത്തതുകൊണ്ട് പക്ഷേ ചിലർ വീട്ടിലും ചെയ്യാത്തൊരവസ്ഥ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ പണ്ട് ഭയങ്കര മസിൽമാനായിട്ടിരുന്ന അല്ലെങ്കിൽ നല്ല സ്ട്രക്ചർ ഷേപ്പ് ഒക്കെ കൊണ്ടിരുന്ന ആളുകൾ ഇപ്പം ഒരു വയർ ചാടിയൊക്കെ ഇരിക്കുമ്പോഴത്തേനും പലർക്കും അത് കാണുമ്പോൾ സ്വന്തമായിട്ട് തന്നെ കണ്ണാടി നോക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സാധാരണ വയറ് ചാടുന്നതിൻ്റെ ഒരു റീസൺസിനെ കുറിച്ച് നമ്മൾ വലുതായിട്ട് വിശകലനം ചെയ്യുന്നില്ല. സിമ്പിളായിട്ടുള്ള എക്സസൈസ് നമ്മൾ വീട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വയറ് കുറയ്ക്കുക എന്നുള്ളതാണ്. പല ടൈപ്പാണ് സാധാരണ പഴയ ആളുകളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കുടവയർ വരുന്നു പറഞ്ഞാൽ. വണ്ണമില്ലാത്ത ആളുകളിൽ സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് മാത്രം ഒരു വയറ് ഇങ്ങനെ നിൽക്കും. അപ്പോൾ എന്ന് പറഞ്ഞാൽ അവർക്ക് വണ്ണം ഇല്ലാത്തതുകൊണ്ട് സാധാരണ ഇങ്ങനെ വയറ് ചാടി കഴിയുമ്പോഴത്തേനും ഒരു ഇൻസർട്ടൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും ബുദ്ധിമുട്ടായിട്ട് വരും. പക്ഷെ വണ്ണമുള്ള ആളുകളിൽ നമ്മുടെ വേസ്റ്റിന് ചുറ്റും സാധാരണ എന്ന് പറഞ്ഞാൽ അത് എന്താ പറയുക നമ്മൾ നോക്കുമ്പം ഒരു ബാരൽ പോലെ ആളുകളുടെ ഷേപ്പ് ഇരിക്കും. പക്ഷേ അവർക്ക് കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ട് ഓഫ് ബെല്ലീസ് സൈഡ് ഓഫ് ബെല്ലീസ് എല്ലാം ചാടി അവർക്ക് നല്ല സൈസ് ഉള്ളത് കൊണ്ട് അത് വയറാൻ തോന്നിക്കത്തില്ല. നമ്മൾ നോക്കുമ്പോഴത്തേനും ഒരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ബാരൽ ഷേപ്പ് ആയിരിക്കും. പക്ഷേ അധികം പൊക്കമില്ലാത്ത ആളുകളിൽ വയറ് ചാടി കഴിയുമ്പോഴത്തേനും അവർ അതിനേക്കാളും പൊക്കം കുറഞ്ഞായിട്ട് ഫീൽ ചെയ്യും. ഇപ്പോൾ ഒരു 5 അടി 7 ഇഞ്ച് ഹൈറ്റുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു 5 അടി 6 ഇഞ്ച് ഹൈറ്റുള്ള ഒരാൾ ഒരു ലീനായിട്ടിരിക്കുന്ന ഒരാളും അതുപോലെ വണ്ണമുള്ള ഒരു വയറ് ചാടിയ ഒരാളെ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരാൾ അതായത് വണ്ണമുള്ള ഈ വയറ് ചാടിയ ആൾ വളരെ ഷോർട്ടായിട്ടും പക്ഷേ മറ്റേ ആൾ നല്ല ഹൈറ്റ് ഉള്ളതായിട്ടും തോന്നും. പക്ഷേ അളന്ന് നോക്കുമ്പം രണ്ടുപേർക്കും ഒരേ ഹൈറ്റ് ആയിരിക്കും. അതെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ആ വയറ് ചാടിയത് കൊണ്ട് അവരുടെ ആ ബോഡി സ്ട്രക്ചർ അല്ലെങ്കിൽ അവരുടെ ആ കറക്റ്റായിട്ടുള്ള ഒരു ഹൈറ്റ് പോലും അവർക്ക് ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ വരും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അവസരങ്ങളിൽ നമ്മൾ സാധാരണ ഡയറ്റൊന്നും നമ്മൾ പറയുന്നില്ല. ഡയറ്റ് പ്ലാനോ അല്ലെങ്കിൽ ഇത്ര ദിവസം കൊണ്ട് നമുക്ക് വയറ് കുറയ്ക്കാവുന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല. ഇത് നിങ്ങൾ റെഗുലറായിട്ട് ചെയ്യുക. ഒരു 10-15 മിനിറ്റ് നമുക്ക് വേണ്ടി ഒന്ന് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ അനായാസമായിട്ട് നമ്മുടെ വയറ് കുറയ്ക്കാൻ പറ്റും. അതുമാത്രമല്ല ഇതുകൊണ്ടുള്ളൊരു പ്രത്യേകത നമ്മളിപ്പോൾ കാണിക്കുന്ന ഒരു എക്സസൈസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കലോറീസ് ബേൺ ചെയ്തിട്ടാണ് നമ്മൾ ഈ വയറ് കുറയുന്നത്. നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ട് നമ്മളൊരു ഡയറ്റ് പ്ലാനോ കാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമ്മൾ ആഹാരം കഴിക്കുന്നുണ്ട് നോർമലായിട്ട്. പക്ഷേ അതിനൊപ്പം തന്നെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കലോറീസ് ബേൺ ചെയ്യും. അങ്ങനെ നമ്മുടെ ഫാറ്റെല്ലാം പോയി നമുക്കൊരു ഷേപ്പ് ആകുകയും ചെയ്യും. നമ്മൾ കൂടുതൽ എനർജറ്റിക് ആകുകയും ചെയ്യും. ഇപ്പോൾ അല്ലാതൊരു കേസിലെന്ന് പറഞ്ഞാൽ നമ്മൾ പട്ടിണി കിടന്ന് വയറ് കുറയ്ക്കുമ്പോൾ നമ്മുടെ ഷേപ്പൊക്കെ വേണമെങ്കിൽ ആകുമായിരിക്കും, നമ്മുടെ വയറും കുറയും, പക്ഷേ നമ്മൾ എനർജറ്റിക് ആയിരിക്കില്ല. ഇപ്പോൾ ഈ ഒരു എക്സസൈസ് നമുക്ക് സാധാരണ രീതിയിൽ എന്ന് പറഞ്ഞാൽ ഒരു എക്സസൈസിൽ 2-3 എക്സസൈസാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സാധാരണ രീതിയിൽ നമുക്ക് എല്ലാവർക്കും തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതും റിസൾട്ട് കിട്ടുന്നതുമായിട്ടുള്ള എക്സസൈസാണ്. ഒരു 10 ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടും എന്നൊന്നും പ്രതീക്ഷിച്ചാലും ചെയ്യരുത്. നമ്മളൊരു കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിസൾട്ട് വരുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇപ്പം നമുക്ക് തന്നെ ഇപ്പം ഒരു ദിവസം ചെയ്തു എൻ്റെ വയറ് കുറഞ്ഞില്ല, നന്നായിട്ട് ഉപയോഗിക്കും, എൻ്റെ വയറ് കുറഞ്ഞില്ല, വേണ്ട നിർത്തിയേക്കാം എന്ന് വിചാരിക്കരുത്. നിങ്ങൾ റിസൾട്ട് വരും. ഒരു 15 മിനിറ്റ് നമുക്ക് വേണ്ടി ചിലവാക്കുകയാണെങ്കിൽ അത് നമ്മൾ എനർജറ്റിക് ആകും, നമ്മൾ വയറും കുറയും, നമ്മൾ ഡ്രസ്സ് ഇടുമ്പോൾ നമ്മൾ തന്നെ ഒരു കോൺഫിഡൻറ്റ് ആവും. നമ്മുടെ ഡ്രസ്സ് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കോൺഫിഡൻസ് ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്. നമ്മൾ ഡ്രസ്സ് ഇടുമ്പോൾ ഈ ഡ്രസ്സ് നമുക്ക് ചേരില്ല, അല്ലെങ്കിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും, ടൈറ്റ് ആയിട്ടുള്ള ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ആളുകൾ എന്ത് വിചാരിക്കും, അല്ല ബട്ടൺസ് പൊട്ടിത്തെറിച്ച് പോകുന്നൊക്കെ ചിലർക്ക് തോന്നിക്കളെ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു അവസ്ഥ വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് ഒരു മാനസികമായിട്ടൊരു പിന്നിലേക്ക് പോകുന്നൊരവസ്ഥ, നമുക്കൊരാളുടെ മുമ്പിൽ അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ കുറേ ആളുകൾ നമുക്ക് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൊരവസ്ഥ വരെ വരുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ വയറ് കുറയ്ക്കാനുള്ള ചെറിയ ഒരു മാർഗവുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമ്മൾ പിന്നെ പ്രത്യേകം നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു എക്സസൈസ് അല്ലെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്ത് നമ്മുടെ ശരീരം മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ വയറ് മെയിൻറ്റെയിൻ ചെയ്യുക, നമ്മുടെ ബോഡി ബാക്കി മസിൽസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ ഗുണകരമായ ഒരു പ്രവൃത്തി വേറെ ഇല്ല.
കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു എനർജറ്റിക് ആകുകയാണ്, നമ്മുടെ റെസ്പിറേറ്ററി റേറ്റ് നമ്മുടെ റെഡിയാവും, റെസ്പിറേഷൻ റെഡിയാവും, കാർഡിയോ വാസ്കുലർ ഫിറ്റ്നസ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ എനർജി, അതായത് കലോറീസ് ഒരുപാട് ബേൺ ചെയ്യും. കലോറീസ് ബേൺ ചെയ്ത് നമ്മുടെ ബോഡി ഓക്കെ ആവും. ഇപ്പം നമ്മുടെ ഒരു മലയാളികളുടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും പെട്ടെന്ന് കിട്ടുക. നമ്മുടെ കുഴപ്പമല്ല, കാരണം നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് എന്തും പെട്ടെന്ന് ലഭിക്കും. ഒരു ഗുളിക കഴിച്ച് കഴിഞ്ഞാൽ വയറ് കുറയും, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, എന്തെങ്കിലും ഒന്ന് പുരട്ടി കഴിഞ്ഞാൽ വയറ് കുറയും എന്നൊക്കെ പറയുമ്പോഴത്തേനും നമ്മൾ പെട്ടെന്ന് സമയമില്ലാത്തതുകൊണ്ട് അതിൻ്റെ പുറകെ പോകും. പക്ഷേ നമ്മൾക്ക് വേണ്ടി ഇപ്പം നമുക്ക് ഈ സമൂഹത്തിൽ കാണുന്ന പ്രശ്നം നമ്മളെ നോക്കുന്നില്ല, നമ്മൾ സമൂഹത്തിലേക്കേ നോക്കുന്നുള്ളൂ. നമ്മൾ ബാക്കിയുള്ളവരെ നോക്കും, പക്ഷേ നമ്മളിലേക്ക് നോക്കുന്നില്ല. അപ്പോൾ നമുക്ക് വേണ്ടി ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് സ്പെൻഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ, ഇങ്ങനെ ചെയ്ത് നമ്മുടെ ശരീരത്തെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം, അതായത് ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ടാകുന്നില്ല. അപ്പം നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി ഒരു 10-15 മിനിറ്റ് ദിവസം നിങ്ങൾ ചിലവാക്കുക. ഓക്കെ. ഓക്കെ. നിങ്ങളൊരു യോഗ മാറ്റോ വല്ലതും ഇടുക. യോഗ മാറ്റോ വല്ലതും ഇട്ട ശേഷം നേരെ ഇങ്ങനെ കിടക്കുക. മിക്കവാറും ഈ എക്സസൈസ് ചെയ്യുന്ന വേറെ രീതി ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഇങ്ങനെ കിടന്നുകൊണ്ട് വയറിൻ്റെ എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരെ, അതായത് ഫോർ എക്സാമ്പിൾ കണ്ടോ, ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിൽ എല്ലാവർക്കും തന്നെ എന്താ പറയുക, ശാരീരിക സുഖം കംപ്ലീറ്റ് വേണമെന്നില്ല. നടുവേദനയുള്ള ആൾക്കാർ, നമ്മുടെ പഴയ വീഡിയോയിൽ പറഞ്ഞ പോലെ നടുവേദനയുള്ള ആൾക്കാർ നമ്മൾ ഒരുപാടുണ്ട്. നടുവേദനയുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഒരുപാടുണ്ട്. അപ്പോൾ അവർക്കൂടെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സസൈസുകളാണ് ഞാൻ കാണിക്കുന്നത് മെയിനായിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ കാല് ഫ്ലെക്സ് ചെയ്ത് വെക്കുക. ഒന്നുമില്ല, ഫ്ലെക്സ് ചെയ്ത് വെക്കുക, മടക്കി വെക്കുമ്പോൾ ഈ നടുവിനുള്ള സ്ട്രെയിൻ അങ്ങ് കുറയും. പിന്നെ നമ്മൾ ചെയ്യുന്ന എക്സസൈസ് കറക്റ്റ് നമ്മുടെ ആബ്സിന് മാത്രമേ കിട്ടുകയുള്ളൂ. ഓക്കെ. ഇത് അപ്പർ പാർട്ട് ഓഫ് ആബ്സിന് വേണ്ടി ഇപ്പോൾ ചെയ്യാൻ പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പർ പാർട്ട് ഓഫ് ആബ്സിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന എക്സസൈസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ കാലുകൾ ഇങ്ങനെ എന്താ പറയുക, ഈ ഒരു പൊസിഷനിൽ മനസ്സിലാവുന്നുണ്ട്. മുട്ടുകൾ മടക്കി വെച്ച് 2 കൈ നമ്മൾ ഇൻ്റർലോക്ക് ചെയ്യുക. 2 കൈ ഇൻ്റർലോക്ക് ചെയ്ത ശേഷം നമ്മുടെ കഴുത്തിന് പുറയിലായിട്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ്, അതായത് ആദ്യം ഫുൾ റേഞ്ച് വരണമെന്നൊന്നും നിർബന്ധമില്ല, ഒരു വരുന്നിടം വരെ ചെയ്താൽ മതി. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അങ്ങ് വരെ പോകണമെന്നൊന്നുമില്ല, അതൊക്കെ പ്രോഗ്രഷനായിട്ട് പതുക്കെ പോയാൽ മതി. ഫോർ എക്സാമ്പിൾ ഇത് കണ്ടില്ലേ, 1, ഇപ്പം നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മസിൽസിൻ്റെ, ഈ ഒരു മസിൽസ് അല്ല, വെസ്റ്റേൺ ഒബ്ലിക് അബ്ഡോമിനസ് എന്ന് പറഞ്ഞ കുറേ മസിൽസ് ഉണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ മസിൽസിനെല്ലാം തന്നെ, അതായത് ആബ്സ് മസിൽസിൻ്റെ ഈ ഒരു അപ്പർ പോർഷനിലാണ് നമ്മൾ സാധാരണ രീതിയിൽ ഇതിനൊരു കൺട്രാക്ഷൻ ഫീൽ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ. സോ കൈ ഇങ്ങനെ വെച്ച് കഴിയുക, കൈ ഇങ്ങനെ വെച്ചിട്ട് കൈ ഇങ്ങനെ വെക്കാതെ ഇവിടെ വെച്ചിട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. അതും കുഴപ്പമൊന്നുമില്ല. കാര്യം കൈയുടെ ഒരു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇൻ്റർലോക്ക് ചെയ്ത ശേഷം നമ്മൾ ഇവിടെ വെച്ച ശേഷം ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. ഈ 2 രീതിയിൽ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് യാതൊരുവിധ ദോഷങ്ങളും ഉള്ളതല്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷനിലായിരിക്കും ഇരിക്കേണ്ടത്. കൈ ഈ ഒരു പൊസിഷനിലോ അല്ലെങ്കിൽ കൈ ഈ ഒരു പൊസിഷനിലോ ഇരുന്നാലും കുഴപ്പമില്ല. ബുദ്ധിമുട്ടുള്ള ശകലയുടെ പ്രോഗ്രഷനായിട്ട്, അല്ലെങ്കിൽ ആദ്യം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കേസ് എന്ന് പറഞ്ഞാൽ പുറകിൽ കൈവച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ആദ്യം തന്നെ വയറിൽ കൈവച്ചിട്ട് ഇങ്ങനെ ചെയ്തു. ഇതാകുമ്പോൾ മറ്റേതിനേക്കാളും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. മറ്റേത് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ശകലയുടെ ഒരു ബുദ്ധിമുട്ടാണ്, മനസ്സിലാവും. 2ാമത്തെ സ്റ്റെപ്പായിട്ട്, അത് ഇതൊന്ന് ഈസി ആയ ശേഷം നിങ്ങളിങ്ങനെ ഇത് ചെയ്താൽ മതി. ഓക്കെ. അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇത് നിങ്ങൾ ഇത്രയും ഓർത്താൽ മതി. നമ്മുടെ വയറിൻ്റെ അപ്പർ പോർഷൻ വേണ്ടി കൂടുതലായിട്ട് ഇത് കിട്ടുന്നു ഓർത്താൽ മതി. അടുത്തൊരു എക്സസൈസ് എന്ന് പറയുമ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങനെ തന്നെ കിടക്കുക, എന്നിട്ട് കാല് പതുക്കെ പൊക്കുക. ലോവർ പാർട്ട് ഓഫ് ആബ്സിനാണ് ഇത് കിട്ടുന്നത്. ഇപ്പോൾ പതിയെ താക്കുക. കണ്ടോ, ഇതെല്ലാം ഒരു സെറ്റ് എന്ന് പറയുമ്പോൾ 10 എണ്ണമാണ്. അങ്ങനെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഒരു 5 സെറ്റോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടില്ലെങ്കിൽ 10 സെറ്റോ ചെയ്തോളുക. കണ്ടോ, ഇത് കണ്ടോ, പതിയെ താക്കണം. ഏതൊരു എക്സസൈസും നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നതും, അതായത് ഗ്രാജുവലി നമ്മൾ ചെയ്യുന്ന തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ആ മസിലിൻ്റെ ഒരു പിടുത്തം വരാൻ വേണ്ടി നമ്മൾ ഗ്രാജുവലി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുന്നു. ഓക്കെ. പൊക്കിയിട്ട് താക്കുന്നതിലാണ് കാര്യം. കണ്ടോ, താക്കുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഈ ഒരു ലോവർ പാർട്ട് ഓഫ് ആപ്സിൽ നിങ്ങൾക്ക് നല്ലൊരു പിടുത്തം ഫീൽ ചെയ്യും. എവിടെ പിടുത്തം ഫീൽ ചെയ്തോ അവിടെയാണ് മസിലിൻ്റെ ആക്ഷൻ നടന്ന് ഓർത്താൽ മതി. ഓക്കെ. അടുത്തൊരു എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് സൈക്ലിങ് ചെയ്യാൻ പറ്റും. സൈക്ലിങ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് കിടന്നുകൊണ്ട് തന്നെ ജസ്റ്റ് സൈക്ലിങ്. കണ്ടോ, സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. കണ്ടോ, വീട്ടിൽ എക്സസൈസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ സൈക്ലിങ് പോലെ ഇങ്ങനെ ചെയ്യുക. ഇത് വീഡിയോയാണ്. പിന്നെ സൈഡ് ഓഫ് ബെല്ലീസിൻ്റെ, ഇപ്പോൾ ഇതൊക്കെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. തുടക്കക്കാർ ഇത് ചെയ്താൽ മതി. ഇതൊക്കെ ചെയ്തൊന്ന് ലെവലായി കഴിയുമ്പോൾ നമുക്ക് വേറെ രീതിയിൽ ചെയ്യാം. സൈഡ് ഓഫ് ബെല്ലീസൊക്കെ കുറയ്ക്കാൻ വേണ്ടിയും ഈ ഒരു സൈഡിൻ്റെ പോർഷൻ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ കൈ ഇവിടെ തന്നെ പുറകെ ഇട്ട് വെച്ച്, കണ്ടോ, നമ്മുടെ എന്താ പറയുക, ഈ സൈഡിലേക്കും നമ്മൾ പതുക്കെ കൊണ്ടുവരിക. പിന്നെ നമുക്കിതൊരു ടാർഗറ്റ് ഓറിയൻറ്റഡ് അല്ലെങ്കിൽ എന്താ പറഞ്ഞൊരു ടാസ്ക് ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്കൊരു പാർട്ട്ണറുണ്ട്, അല്ലെങ്കിൽ ഒരു ഫ്രണ്ടുണ്ട് എന്നുണ്ടെങ്കിൽ
ഇവിടെ വല്ലതും ഒന്ന് കൈ വെക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ആ കയ്യിൽ ടച്ച് ചെയ്യാൻ വേണ്ടി പതുക്കെ നമ്മൾ തലയും കൊണ്ട് പോകാം. പണ്ട് ഞാനൊക്കെ ഫുട്ബോൾ ടീമിൽ ഫിസിയോ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് അന്ന് നമ്മുടെ ഒരുപാട് പേരുണ്ട് എക്സസൈസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അടുത്ത ആൾ ഫ്രണ്ടിൽ വന്നതിന് ശേഷം എന്താ പറയുക, അവരുടെ കൈ ഇവിടെ വെച്ചതിന് ശേഷം നമ്മൾ കയ്യിൽ കൊണ്ട് തലമുട്ടിക്കല്ല, അന്നൊക്കെ ഫുട്ബോളാണ് വെക്കുന്നത് കേട്ടോ. അവർ ഇവിടെ ഫുട്ബോൾ പിടിച്ചിട്ടുണ്ട്, കാരണം ഫുട്ബോൾ ടീമായിരുന്നല്ലോ. ഫുട്ബോൾ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക, ആ ഫുട്ബോൾ കൊണ്ടുവന്ന് നമ്മൾ തലമുട്ടിക്കുക. അങ്ങനെ 10 പ്രാവശ്യം, ഒരു 10ാമത്തെ പ്രാവശ്യമൊക്കെ ആകുമ്പോൾ നമുക്ക് മുട്ടിക്കാൻ സാധിക്കില്ല. എങ്കിലും നമ്മൾ അതിനുവേണ്ടി ട്രൈ ചെയ്യുക. അത് ടാസ്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എക്സസൈസ്, കുറേ ഫണ്ണിയാണ്, ടാസ്ക് ഓറിയൻറ്റഡ് ആണ്. ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് നമ്മൾ പൊങ്ങുക. അപ്പോൾ ഒരു ടാസ്ക് ഓറിയൻറ്റഡ് ആയിട്ട് എക്സസൈസ് ചെയ്യാനും പറ്റും കേട്ടോ. മനസ്സിലായല്ലോ? നമുക്ക് സാധാരണ ഇത് സിമ്പിളായിട്ടുള്ള എക്സസൈസ്, ഇത്രയും കാര്യം ഓർത്താൽ മതി. നമ്മൾ ചെയ്യുമ്പോൾ ഈ കാല് എന്താ പറയുക, ഈ ഒരു പൊസിഷനിലേക്ക് ഇരിക്കണം. ഈ എക്സസൈസ് എല്ലാം ഞാൻ നേരത്തെ പറയാൻ പറ്റുപോയി, നമ്മൾ വാമപ്പ് ആവാതെ ഒരു എക്സസൈസും ചെയ്യരുത് കേട്ടോ. വാമപ്പ് ആയ ശേഷം നമ്മുടെ ബോഡി ഒന്ന് ഒരു വേർക്കുന്ന അവസ്ഥയിലേക്ക് വന്ന ശേഷം മാത്രമേ നമ്മൾ എക്സസൈസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ വാമപ്പ് എക്സസൈസ് അത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. വാമപ്പായിട്ടുള്ള എക്സസൈസ് ചെയ്ത ശേഷം മാത്രമേ നിങ്ങൾ ഈ അബ്ഡോമിനൽ ഡയറക്റ്റ് കയറി കിടന്ന് എനിക്കിപ്പോൾ വയറ് കുറയ്ക്കണമെന്നൊരു അബ്ഡോമിനിലേക്ക് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വയറ് കൊളുത്തി പിടിക്കും. പിന്നെ ആഹാരം കഴിച്ച ശേഷം പെട്ടെന്ന് ചെയ്യാൻ പാടില്ല കേട്ടോ. ആഹാരം കഴിച്ച ശേഷം പെട്ടെന്ന് ചെയ്യാൻ പാടില്ല. പിന്നെ ഇത് കഴിഞ്ഞ ശേഷവും പെട്ടെന്ന് പോയി ആഹാരം കഴിക്കേണ്ട. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, എക്സസൈസ് ചെയ്യുന്ന ടൈം അറിയാമല്ലോ. ആ ഒരു സമയത്ത് സാധാരണ രീതിയിൽ നമ്മുടെ ടൈം അവൈലബിലിറ്റി ഉള്ള സമയത്തായിരിക്കുമല്ലോ നമ്മൾ ചെയ്യുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ ചെയ്താൽ മതിയാകും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ദിവസം വയറ് ചെറിയ പിടുത്തം ഉണ്ടാവും. പിടുത്തം ഉണ്ടാകുന്നതിന് അർത്ഥം തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു മസിൽ വർക്കൗട്ട് ആവാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ പിറ്റേ ദിവസം എനിക്ക് വയറിന് വേദനയാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കണം. നിങ്ങളുടെ അവിടെ ആക്ഷൻ തുടങ്ങി എന്നാണ് അർത്ഥം. അപ്പം അങ്ങനെ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ, 4-5 ദിവസം കഴിയുമ്പോഴത്തേന് ആ ഒരു വേദന ശീലമാകുമെന്നല്ല പറഞ്ഞത്, വേദന ഇല്ലാണ്ടായിക്കോളും. പിന്നെ അത് കഴിയുമ്പോൾ പിന്നെ നമ്മുടെ നോർമലായിട്ട് നമുക്ക് പിന്നെ കുറേ കൂടെ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക്, അടുത്തൊരു പ്രോഗ്രഷൻ എക്സസൈസിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. ഈ എക്സസൈസ് എന്ന് പറഞ്ഞൊരു ബേസിക് എക്സസൈസാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു എക്സസൈസ് ചെയ്ത് നമ്മളൊന്ന് ഡെവലപ്പായി കഴിയുമ്പോഴത്തേനും നമുക്ക് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. കാരണം ഒരുപാട് എക്സസൈസ് നിങ്ങളെ ഡെമോ ചെയ്ത് കാണിക്കുമ്പോൾ അതായത് അതെല്ലാം കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല, അതൊന്നും കറക്റ്റായിട്ട് വർക്കൗട്ട് ആവത്തുമില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ 1ാം ക്ലാസ്സിൽ പഠിക്കാൻ നമുക്ക് 5ാം ക്ലാസ്സിലേക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുപോലെ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ഇതിന് പ്രാപ്തനാണ് നമ്മുടെ ബോഡി തന്നെ പറയും. കാര്യം പിന്നെ ഇത്രയും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഇത് നമുക്ക് അനായാസമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നൊരവസ്ഥ വരുമ്പം ദാറ്റ് മീൻസ് യുവർ ബോഡി, അതായത് നമ്മുടെ ശരീരം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ കേപ്പബിളായി. അപ്പോൾ നമുക്ക് കുറേ കൂടെ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോയി കുറേ കൂടെ ഹാർഡായിട്ടുള്ള എക്സസൈസ് ചെയ്ത് അങ്ങനെ നമുക്ക് തീർച്ചയായിട്ടും പോകാൻ സാധിക്കും. ഈ എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രയോജനകരമായ എക്സസൈസാണ്. നിങ്ങൾ ചെയ്ത് നോക്കുക, ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് എന്താണെങ്കിലും കിട്ടും. അത് കഴിയുമ്പോൾ നമുക്ക് ഇനിയും പല വീഡിയോസ്, വയറിന് ഒരുപാട് എക്സസൈസ് ഉണ്ട് കേട്ടോ. സൈഡ് ഓഫ് ബെല്ലീസ് കുറയ്ക്കാൻ, നമ്മുടെ എന്താ പറഞ്ഞാൽ അപ്പർ ആപ്സ്, ലോവർ ആപ്സ് ഇങ്ങനെ കുറയ്ക്കാനൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരുപാട് എക്സസൈസ് ഉണ്ട്. ഈ എക്സസൈസ് എല്ലാം നമുക്ക് പെട്ടെന്ന് പറഞ്ഞ് ഇതിപ്പം ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമല്ലേ, എന്നെ കാണുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം വരട്ടെ എന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസാണ് എല്ലാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ഒരു ബേസിക്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ശേഷം നമുക്ക് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് വയറിൻ്റെ പാർട്ട് 2, പാർട്ട് 3 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ നമുക്ക് അടുത്ത സ്റ്റെപ്പുകളിലേക്ക് പോകാൻ സാധിക്കും. വാമപ്പ് എക്സസൈസ് ഞാൻ കംപ്ലീറ്റ് കാണിക്കുന്നില്ല. വാമപ്പ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഉദ്ദേശിക്കുന്നു, നമ്മുടെ ശരീരം ഒന്ന് ബാക്കി എക്സസൈസിലേക്ക് പോകാൻ വേണ്ടി പാകമാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ഇനീഷ്യലായിട്ടുള്ള ഇതിന് എക്സസൈസിനാണ് നമ്മൾ വാമപ്പ് എക്സസൈസ് എന്ന് പറയുന്നത്. അപ്പോൾ വാമപ്പ് എക്സസൈസ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് വേറെ പരിപാടികളൊന്നുമില്ല. അപ്പം നമുക്ക് ശരീരം വേർക്കുക. ഇപ്പം നമ്മൾ ഓടുന്നതിന് മുമ്പ് ഒരു 100 മീറ്റർ ഓട്ടത്തിന് മുമ്പ് നമ്മൾ ജസ്റ്റ് നമ്മൾ ഒന്ന് പുറത്ത് ട്രാക്കിന് പുറത്ത് നമ്മൾ എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്തിട്ടില്ലേ നമ്മൾ ഓടാൻ തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഏതായാലും വയറ് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത്. അപ്പം വാമപ്പ് എക്സസൈസിൻ്റെ ഗുണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്യാം. കാര്യം ഷോൾഡറിനേക്കാളും കുറേ കൂടി വിടത്തിൽ കാല് അകത്തി വെക്കുക. കാലകത്തി വെച്ച ശേഷം ഇതൊരു സൈഡ് ഓഫ് ബെല്ലീസിനാണ് പിടുത്തം വരുന്നത്, മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു സൈഡ് ഓഫ് ബെല്ലീസിന് കരയേതാളും നമ്മൾ എക്സസൈസ് ചെയ്യുന്ന വയറിനാണ്. അപ്പോൾ സൈഡ് ഓഫ് ബെല്ലീസിന് ഇത് പ്രയോജനപ്പെടുകയും ചെയ്യും. വാമപ്പ് എക്സസൈസിൻ്റെ കൂടെ ഇതൊന്ന് ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഇങ്ങനെയുള്ള എക്സസൈസ് നമുക്ക് കറക്റ്റായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ സ്പൈന് നമുക്ക് സാധാരണ എന്ന് പറഞ്ഞാൽ എന്താണെങ്കിലും നട്ടലിനൊരു സ്ട്രെയിൻ വരും. അപ്പോൾ നമ്മളൊരു ഇപ്പോൾ ഈ സ്പൈൻ്റെ റൊട്ടേഷൻ അതിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. ലോവർ സ്പൈൻ്റെ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും വരുന്നത് ലോവർ ലെവലിൽ മാത്രമേ വരുള്ളൂ. ഇപ്പോൾ ലംബാർ റീജിയനിലുള്ള റൊട്ടേഷൻ നടക്കും. അല്ലാണ്ട് പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ജസ്റ്റ് മാക്സിമം കുനിയുക, പറ്റുമെങ്കിൽ ഇതുപോലെ നിലത്ത് കൈമുട്ടിക്കാൻ നോക്കുക. ജസ്റ്റ് വാമപ്പിൻ്റെ എക്സസൈസിൻ്റെ കൂടെ, അതായത് നമ്മുടെ മുട്ട് മടങ്ങാതെ നമ്മൾ നിലത്ത് കൈമുട്ടിക്കാൻ നോക്കുക. സെയിം ടൈം അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് അത് നടുവിനുള്ളൊരു എക്സസൈസിന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നടുവിന് നമ്മൾ സാധാരണ ഒരു ഫ്ലക്ഷനും കൊടുക്കുന്നു, അറ്റ് ദ സെയിം ടൈം എക്സ്റ്റൻഷനും കൊടുക്കുന്നു.
സൈഡ് റൊട്ടേഷൻ കൊടുക്കുന്നു. ഇതേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കാര്യം വാമപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇതുകൂടെ ഒന്ന് ആഡ് ചെയ്യുക. ബാക്കി എക്സസൈസ് നിങ്ങൾ ചാടുകയോ നിങ്ങൾ എന്ത് വേണം ചെയ്തോ, അതിൻ്റെ കൂടെ ഈ എക്സസൈസ് കൂടെ ഒന്ന് ആഡ് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.